പിന്നെ അതേ ബീഫ് മേടിച്ചിട്ടുണ്ട്. ബീഫ് നല്ല ഒന്നാമത് ബീഫ് നോക്കി ഒരു 1.5 കിലോ വീട്ടിൽ ബീഫും കായം പറയാം. അയ്യോ അങ്ങനെയല്ല, അത് വേറെ സിസ്റ്റാ. ഇതൊന്നും പറയാൻ പാടില്ലേ. ആൾക്കാർ കാണട്ടെ. ഞാൻ കുഞ്ഞോനോട് മനസ്സിലും പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത്. പോയി രക്ഷോടാൻ വേണ്ടിയിട്ടല്ലേ കരി പറഞ്ഞു കൊടുക്കാം. ബീഫും കായും അവിടെ നിന്ന് ഇപ്പോൾ പാവ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഏകദേശം ആൾക്ക് നടപ്പാട് ആവാനുള്ള സാധ്യതയുണ്ട്. 10-14 വർഷമായിട്ട് ആൾക്ക് നടപ്പാട് ഇല്ലാന്നാണ് എൻ്റെ അറിവ്. ആൾക്ക് എന്തായാലും ഒലിപ്പിച്ചെടുക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റേ ഈ നെല്ല് കുത്തി അരിയായവരുടെ കൊണ്ടേ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മളതിൻ്റെ പിന്നാലെ നമുക്കുള്ള ചോറ. പിന്നെ അതേ ബീഫ് മേടിച്ചിട്ടുണ്ട്. ബീഫ് നല്ല ഒന്നാന്തരം ബീഫ് നോക്കി ഒരു 1.5 കിലോ വീട്ടിൽ ബീഫും കായം പടയ്ക്കാം. നമ്മുടെ പിള്ളേർ പോയി തീറ്റയൊക്കെ വെട്ടി വരുമ്പോഴത്തേക്കും അവർക്കുള്ള ഫുഡ് നമ്മൾ ശരിയാക്കി വയ്ക്കും. അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് എന്താ ഇങ്ങനത്തെ ഈ അരി ആയതുകൊണ്ടേ ഭയങ്കര ഫാസ്റ്റാണ്. ഉണങ്ങലരി ആയതുകൊണ്ട് ഇങ്ങനെ നിൻ്റെ അപ്പം അടിയും പിടിക്കും. ചോറായാൽ നമുക്ക് ബീഫ് പണിയാം. സ്ഥലം നോക്ക്. അവനെ ഞാൻ അങ്ങോട്ട് തിരിച്ചു നിർത്തിയതാ. അവ ഇപ്പം ഇങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അവനെ കാണുമ്പോൾ ഒരു പോക്കുണ്ട് കേട്ടോ. എന്താ ഇവിടെ എന്നെ എവിടെ നിർത്തി? എന്നെ എവിടെ നിർത്തി? എന്താ ഇവിടെ നിൽക്കണേ? രണ്ട് പേടയും വെച്ച് കൊടുത്ത നല്ല സ്ഥലത്തെത്തിയിട്ട് നീ അവിടെ പോയി നിൽക്കണ വഴിയെങ്കിലും ആൾക്കാർക്ക് പോകുന്നു വേണ്ട. നീ പോവോ? നീ പോകുന്ന അപ്പുറത്ത് വെക്കാന അറപ്പുറത്ത് സുന്ദരൻ സുന്ദരൻ കിട്ടിയില്ലേ? ഒരു കടി കിട്ടിയില്ലേ? 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 വട്ടിയുണ്ടോ? 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 പാത്രം എടുത്തിട്ട് തന്നെ ഒരു 2 ലിറ്റർ പാല് കറക്കട്ടെ. സുന്ദരമണിയ ലഡു അടിച്ചിട്ടില്ല. ലഡു വേണോ? ലഡു ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇന്നലെ. ലഡു ആണോ? ലഡു ആണോ? ലഡു ഞാൻ എടുത്തിട്ട് വരാം. അവിടെ എടുത്തിട്ട് വരാം കേട്ടോ. ഇവിടെ തന്നെ നിൽക്കണേ. വടി എടുത്തിട്ട് കൊമ്പത്ത് നോക്കിയിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഇന്ന് പടം ലഡു എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്തിട്ട് വരാം. Dulu nyamin nah
തിന്ന എല്ലാം പറക്കി തിന്നിട്ടേ തരുള്ളൂ. അല്ലാതെ ഇവിടെ കിടന്ന് കാറിയിട്ടും പോയിട്ട് ഒരു കാര്യമില്ല, ഒരു സാധനം തരില്ല. അവിടെ ആരെങ്കിലും കള്ളു കുടിച്ചിട്ട് വന്നിട്ട് കിടി പറയുകയാണെങ്കിൽ ആ വാഴപ്പണ്ടി എടുത്തിട്ട് ഓരോ കയറുള്ളൂ കേട്ടോ. കേൾക്കണ്ട, ഇന്നത്തെ പോലത്തെ കള്ളുടിയന്മാർ വന്ന് കിണങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴപ്പണ്ടി എടുത്ത് എറിഞ്ഞു, വാഴപ്പണ്ടിക്ക് എറിഞ്ഞ് ചാവുന്നില്ല കേട്ടാ. നല്ല കയറി വെച്ച് കൊടുക്കാം കേട്ടാ. കേട്ടാ കേട്ടാ നല്ല വീക്ക് കൊടുത്താ കേട്ടാ. കള്ളു കുടിച്ചിട്ട് ആ കാണുമ്പോൾ ആൾക്കാർക്ക് ആനേനെ കാണുമ്പോൾ ഒരു വക സൂക്കാടാ. ഇതങ്ങോട്ട് വന്ന് അങ്ങോട്ട് ഇളക്കാനായിട്ട് ഒരെണ്ണത്തിന് ഞാൻ ഈ പറമ്പി കയറ്റില്ല. കള്ളു കുടിച്ചിട്ട് കാണാൻ വന്നു ഞാനും വരേക്ക് വന്ന ആനേനെ കണ്ട് പോകാനും പോക്കോട്ടെ. അല്ലാണ്ട് അഭ്യാസം കാണിക്കാൻ ഇങ്ങോട്ട് വന്നാൽ ആ പറമ്പിൽ ഇങ്ങോട്ട് കറങ്ങും. കള്ളു കുടിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരേ മൂപ്പാണ്. എന്നാലും ഇവിടെ എന്താണെന്ന് അറിയാമോ, അടിച്ച് ഫിറ്റായി വന്നിട്ട് ബാക്കിയുള്ളൊരു പണിയെടുത്ത് പട്ടിയായിട്ട് മനുഷ്യൻ എവിടെയെങ്കിലും 5 മിനിറ്റ് ഇരിക്കുന്ന സമയത്തായിരിക്കും വന്നിട്ട് ഇങ്ങനെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചാൽ പിന്നെ എല്ലാം ആയല്ലോ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് കിടന്ന് മെഴുവാണ് ആനേനെ എടുത്തത്. നമുക്ക് ആരും വേണ്ട അല്ലേ, നമുക്ക് നല്ല ആൾക്കാരെ മാത്രം മതി. പൊട്ടങ്ങളെ നമുക്ക് വേണ്ട ഇല്ലപ്പാ അല്ലേ. പിള്ളേർ വാഴപ്പിണ്ടിയൊക്കെ വെട്ടി വന്നു കഴിയുമ്പോൾ ഐറ്റങ്ങൾ വിശന്നായിരിക്കും വരും. വരണ സമയത്ത് ആവശ്യമുള്ള ഫുഡ് ഇന്നലെ ചോറ്, കപ്പ, മീൻകറി ഇറങ്ങും. ഇന്ന് ബീഫും കായും. ഇന്നിപ്പോൾ വെച്ചൊക്കെയാണെങ്കിൽ ഇന്നത്തെ കഴിയും, നാളെ രാവിലത്തെ കഞ്ഞൂണി കഴിയും, നാളെ ഉച്ചയാകുമ്പോൾ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുന്നു. പിള്ളേർ എപ്പോഴും നല്ല വയറിറച്ച് ഭക്ഷണം കഴിക്കണം. നമ്മുടെ പണിക്ക് എപ്പോഴും നമ്മൾ നല്ല ഭക്ഷണം കഴിച്ച് നല്ല ഇതായിട്ടിരിക്കണം. വെറുതെ കുറേ ശരീരം വേണമെന്നല്ല കേട്ടോ ഞാൻ പറയണേ, ഉള്ള ശരീരം ആരോഗ്യമായിട്ടിരിക്കണം. പിന്നെ കുറേ മറ്റേ തടിച്ചുരുണ്ട് കൊഴുത്തിരുന്നിട്ടൊന്നും ആനയുടെ അടുത്ത് പണിയെടുക്കൽ നടക്കില്ല. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയല്ലേ. നമ്മളൊക്കെ അന്നൊന്നും ഇങ്ങനെ തന്നെയാണ്, എന്തോരം തിന്നിട്ടും കാര്യമില്ല, ഈ ഒരളവ് വിട്ടിട്ട് കയറില്ല. അപ്പം നമ്മൾ നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് നമുക്ക് ഓടവും ചാടവും കുറച്ച് പരിപാടികളൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നാലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ എപ്പോഴും ഫുഡൊക്കെ നല്ല നപ്പായിട്ടിരിക്കണം. പിന്നെ ഹോട്ടലിലൊന്നും പോയി ഇന്നത്തെ കാലത്ത് കഴിക്കാൻ നമുക്ക് മുതലാവില്ല, പിന്നെ നല്ല ഭക്ഷണം നമുക്ക് കിട്ടില്ല. അതിനോട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ നമുക്ക് വെക്കാനറിയാം. അപ്പോൾ നമ്മൾ വെച്ച് കഴിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇപ്പോൾ ചോറൊക്കെ തിന്നു കഴിയുമ്പോൾ പിള്ളേർക്ക് പണിയെടുക്കാനും കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതിപ്പോൾ ഒന്ന് വെന്ത് തിളച്ച് ഒന്ന് ശരിക്കും ആ വിറച്ച് ശരിക്കും ഉടയണം. ഒരു പാത്രം മിസ്സിങ് ഉള്ള ആരെടുത്ത് പോയാവോ മൂടണം പാത്രം. കുറച്ച് കഴിയുമ്പോൾ ഒരു മണം വരും. വെച്ച് കഴിക്കണത് ഏറ്റവും നല്ലത്. പുറത്ത് പോയി വെറുതെ ചുമ്മാ വയറൊന്ന് നശിപ്പിച്ചാട്ടി കഴിയണം. പൂരപ്പറമ്പിൽ പോകുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ നിൽക്കല്ലേ, നമുക്ക് ഡെയിലി ഓരോ റൊട്ടേഷൻ ഉണ്ട്. രാവിലെ ഒരു 6 മണിയാകുമ്പോൾ എണീക്കും. ഒരു 6 മണിക്ക് എണീറ്റ് ഒരു 6:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നേരെ തറി കയറി ആനേനെ അഴിച്ച് ആനേനെ അവിടെ നിന്ന് മാറ്റി നിർത്തി വെള്ളം കൊടുത്ത് ആനേനെ തണുപ്പിച്ച് കയ്യും കാലൊക്കെ കഴുകി വൃത്തിയാക്കി കിടന്ന പാടൊക്കെ കഴുകി കാട്ടി കളഞ്ഞ് അവർക്ക് അവല് കൊടുക്കും. അവലിപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈന്തപ്പഴം, അവല്, പിന്നെ 2-3 സാധനങ്ങളും കൂടി കൂട്ടിയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അത് കൊടുത്തിട്ട് അവിടെ കയറ്റി മറ്റേ പഴയ തറി തറി കയറ്റി നിർത്തും. ഇനി വാഴപ്പിണ്ടിയൊക്കെ ഇട്ട് കൊടുത്ത് തിന്ന് അപ്പോഴത്തേക്കും പിള്ളേർ രാവിലത്തെ കഞ്ഞൂടി കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിച്ച് തറയൊക്കെ നന്നാക്കി വൃത്തിയാക്കിയിട്ട് എല്ലാ പരിപാടിയും കഴിച്ചിട്ട് അവർ തീറ്റയ്ക്ക് പോകും. തീറ്റയ്ക്ക് പോയി തീറ്റ വെട്ടി ഒരു ഏകദേശം ഒരു 12:30-1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർ വരും. അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പോഴത്തേക്കും നമ്മൾ ചോറ് കൂട്ടാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം നല്ല സെറ്റപ്പായിട്ടിരിക്കും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് ഒരു 3 മണിയാകുമ്പോൾ ആനേനെ ഇരുത്തി കഴുകും. ഇരുത്തി ഒരു 4:30-5 മണിയോട് കൂടിയിട്ട് കഴുക്ക് കഴിയും. കഴുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ ആനയെ കൊണ്ട് നടക്കാൻ പോവുകയാണ്. നടന്ന് പോയി ഒരു 3-4 കിലോമീറ്റർ 4-5 കിലോമീറ്ററോളം നടന്ന് കറങ്ങി ഇതിലിവിടെ വന്ന് കുറച്ച് നേരം നിർത്തി വെള്ളവും കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവർക്ക് തറയിൽ കയറ്റി കെട്ടി കഴിഞ്ഞതിന് ശേഷം 7 കിലോ അരിയുടെ ചോറ്, പിന്നെ അതിനകത്ത് ചെറുപയർ, റാഗി, സോയാബീൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂട്ടി ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂട്ടി ഈ ഫുഡാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഡെയിലി. എന്നിട്ട് ആവശ്യമുള്ള വാഴപ്പിണ്ടിയൊക്കെ വെട്ടിയിട്ട് തിന്നാൻ കൊടുത്ത് കഴിഞ്ഞ് ഞാൻ നല്ല സന്തോഷമായിട്ട് ചെവിയൊക്കെ അടിച്ച് നിന്ന് വീശി ചെവിയൊക്കെ അടിച്ച് താങ്ങി ആൾ നല്ല സൂപ്പറായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ 4 ദിവസം കൂടുമ്പോൾ അഷ്ടചോറെന്ന് പറഞ്ഞ പൊടി നമ്മൾ കൊടുക്കും. അത് ദഹനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കാൽസ്യം സപ്ലിമെൻറ്റുകൾ സാധനങ്ങൾ ഇത് ഇങ്ങോട്ട് നോക്കി ഇതൊക്കെ ഈ ആനയ്ക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ്. ഈ ഇരിക്കുന്നത് എല്ലാ സാധനങ്ങളും ആനയ്ക്ക് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞു അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു.
അപ്പം ഈ വെറുതെ വന്നിരുന്നിട്ട് ആ പറയാണ് ആനേനെ അങ്ങനെ ചെയ്യാണ് ഇങ്ങനെ ചെയ്യാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോടെ പറയണത് ഇത് നല്ല കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. നമ്മളൊക്കെ അത്ര അധികം ആനകൾ നോക്കുന്നുണ്ട് നന്നായിരിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ആനയെ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ വന്ന ആന എങ്ങനെയാണ് ഇപ്പം ആന എങ്ങനെയാണെന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ കുറ്റം പറയണവരോട് നമുക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ അടുത്ത ദിവസമായിട്ട് ചെയ്യാം. പിന്നെ വീഡിയോ എടുക്കാനുള്ള പരിമിതികളുണ്ട്. എൻ്റെ പണി സമയം നോക്കണം. വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ ഈ സുഹൃത്ത് വന്നപ്പോഴാണ് ഇപ്പോൾ അവനെ കൊണ്ടാണ് വീഡിയോ എടുപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ പുറകെ വഴിയെ ബാക്കി കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. നല്ല കമൻറ്റുകൾക്ക് നല്ല ഉത്തരം, മോശമായിട്ട് വന്നാൽ മോശമായിട്ട് തിരിച്ച് ഞാനും പ്രതികരിക്കും. ഞാൻ ആരെയും വീട്ടിലേക്ക് അടുക്കളയിലേക്ക് വന്നിട്ട് ഞാൻ ചൊറിയുന്നില്ലല്ലോ. എന്നെ ചൊറിഞ്ഞാൽ ഞാൻ മാന്തും. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല കമൻറ്റുകൾക്കൊക്കെ ഞാൻ എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, ഞാൻ അതിനൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവർ തീറ്റവട്ടാൻ പോയിക്കാണ്. അവർ പോയി വന്നതിന് ശേഷമുള്ള വീഡിയോസുകൾ പുറകെ കാണിച്ചു തരാം. ചങ്ങലത്തിൽ കുട്ടി കെട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകില്ല, എനിക്കറിയാം പോകില്ല. ഞാൻ പിന്നെ നിങ്ങൾ കറിയാണ് വന്നു ഒരു ഭാഗ പറഞ്ഞേക്കാം കേട്ടോ. ഞാൻ കേറിക്കടാ, അങ്ങോട്ട് അതല്ല അങ്ങോട്ട് കയറിക്കും, അങ്ങോട്ട് കയറിക്കാം, കയറി കിട്ടാൻ ഇവിടെ പോയിട്ടുണ്ടോ കേട്ടോ. വെള്ളം തരാതെ ഇതിനൊക്കെ അറിയാൻ ആൾക്കാരുണ്ട് അതിലെങ്കിലേ പറഞ്ഞോളൂ കേട്ടാ.
ഒക്കെ കേൾക്കും. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിരിക്കുമ്പോൾ അവിടെ വന്ന് നിൽക്കും അല്ലേ? ഇവിടെ നിന്ന് ആൾക്ക് അങ്ങോട്ട് കാണാനില്ല. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുക്കളയിലേക്ക് നോക്കാമല്ലോ. അത് നാളെ തെറ്റ്. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആനയുടെ അടുത്ത് പെരുമാറുന്നത് മൊത്തം ഞാനല്ലേ. നമ്മൾ കയ്യിലൊക്കെ പിടിച്ച് കൊടുക്കുമ്പോഴേ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് കൊടുത്ത് കഴിയുമ്പോൾ അതിന് തൃപ്തി വരില്ലേ. ഇതാകുമ്പോൾ ഓസാവ് അയലിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആളവിടെ നിന്ന് ഒഴിച്ച് കുടിച്ച് ആളുടെ ഇഷ്ടമുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ഒഴിക്കും. ആളെ എവിടെയൊക്കെയാണ് ആൾക്ക് ചൂടുള്ള അവിടെയൊക്കെ ആൾ ഒഴിച്ചു പോകും. നമ്മളിങ്ങനെ എന്തോരം നനച്ചാലും ആ ഒരു ഇത് വരില്ല. നമുക്കിപ്പോൾ വെള്ളം എടുത്ത് ഒഴിക്കണം ശരിക്കും. പക്ഷേ നമുക്ക് എല്ലാ സ്ഥലത്തും അതിനുള്ള സംവിധാനങ്ങളും ഇല്ല. ആളുടെ നിപ്പും ഭാവവും ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഏകദേശം ആൾക്ക് നടപ്പാട് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു 10-14-15 വർഷമായിട്ട് ആൾക്ക് നടപ്പാട് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം എന്തായാലും ഒലിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാനും എൻ്റെ മുതലാളി. ഒലിക്കണം. 10 പരിപാടി എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പരിപാടി എടുത്തില്ലെങ്കിൽ എടുത്തില്ല എന്നുള്ളൂ. അങ്ങനെ ഒലിക്കട്ടെ. പ്രാവശ്യം ഇനിയിപ്പോൾ ഒലിക്കുകയാണെങ്കിൽ എപ്പോൾ ഒലിക്കണം സീസണൊന്നും നോക്കണില്ല. എപ്പോൾ ഒലിച്ചാലും അപ്പം കെട്ടാനാണ് മുതലാളി പറഞ്ഞത്. പരിപാടി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ആ മുതലാളി പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരാൾ പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ പണിയിരിക്കും. ഒലിക്കട്ട പാവ ഒലിക്കാത്ത ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. നമുക്ക് മുതലുണ്ടെങ്കിലല്ലേ നമുക്ക് ചുമരുണ്ടെങ്കിൽ ചിത്രം എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ മാതിരി ഇവിടെ മതപ്പാട് ഉണ്ടെങ്കിൽ വാപ്പൊക്കെ ഇട്ടുവേണം. അല്ലാതെ മരുന്ന് കൊടുത്ത് ഒലിപ്പിക്കാണ്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഇങ്ങനെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ മതപ്പാട് ഇല്ലാണ്ടിരിക്കുക, മരുന്ന് കൊടുത്ത് ഒലിവ് നിർത്താം എന്നൊക്കെ പറയുന്നു. ചെയ്യണ ആൾക്കാരുണ്ടാവും, ചെയ്യുമായിരിക്കും. നമ്മൾ ചെയ്യാറില്ല. നമ്മൾ നമ്മുടെ മുതലിനെ ഇത് വരുന്ന ഒരു കാര്യത്തിനും നമ്മൾ ചെയ്യും. ആൾ കുടി കഴിയുമ്പോൾ പറയും മതിയെന്ന്. നമ്മൾ ചെന്നൊന്ന് തണുപ്പിച്ച് കൊടുത്ത ആൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ആളത് താഴെയില്ല, അല്ലെങ്കിൽ ആൾ വിളിക്കും. അല്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മതിയാ മതിയാ വാ 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 വാ. ഇതില നോക്കല്ലേ പറയാം. ഓടണ്ട പതുക്കെ വരും.
ഏർപ്പാടിൽ എന്തായാലും കിട്ടും. അങ്ങനെ ആ ഒരു രീതികളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഓസ് ആളുടെ ആവശ്യം കഴിഞ്ഞാൽ ആൾ താഴെ വരും. അപ്പോൾ ആളുടെ ആവശ്യം കഴിഞ്ഞു. അതിലാവശ്യമുള്ള എടുത്തോ. ഇതോ ആവശ്യമുള്ള എടുത്ത് കഴിക്കി. അത് പറ്റില്ല, നീ ചുമന്നവിടെ കൊണ്ട് എനിക്ക് വെച്ചിട്ട് തരണം. എടുത്തരാ എടുത്തോ, ആവശ്യമുള്ള എടുത്തോ. എടുത്തോ, ആവശ്യമുള്ള എടുക്ക്. അതുള്ളത് കഴിക്കോ. മതിയാ കാലേജ് വയ്ക്കാൻ സാധനം ഇപ്പോ നടക്കിങ്ങനെ കുഴപ്പമില്ല. നീ പിന്നെ ആരെ കാണിക്കാനാ ഈ കിടന്ന് കാണിക്കണം? അല്ലേ അല്ലേ ഇങ്ങടെ എല്ലാം വയ്ക്കും. അതും വയ്ക്കും, അതും വയ്ക്കും. ഞാൻ പഠിച്ചത് പലഹാരം അതിങ്ങനെ ഓരോരുത്തർ കൊണ്ട് തരും. ബിസ്ക്കറ്റൊക്കെ ഇവിടെ അറിയണ ചേട്ടന്മാരൊക്കെ അത് കൊണ്ട് തന്നാലും നമ്മളെല്ലാം നോക്കി ചെക്ക് ചെയ്തിട്ടേക്ക് കൊടുക്കുള്ളൂ. കാരണം കൊണ്ടല്ലോ പേടിച്ചിട്ടാ. ആണാ വലിയ സ്ഥിരമായിട്ടുള്ള കുറച്ച് ചേട്ടന്മാരുണ്ട്. അവിടെ ഒരു തിലകേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ഈ പാലത്തിൻ്റെ അപ്പുറത്തോളം വാഴപ്പിണ്ടി സാധനങ്ങളൊക്കെ പുള്ളിയാണ് കൂടുതൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത്. ആൾ ഭയങ്കര ആന സ്നേഹിയാണ്, ആനപ്രേമി അങ്ങനെ വേണം പറയാം. രാവിലെ പോയി ആൾ എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കി അവിടെ വാഴപ്പിണ്ടി ഉണ്ടിട്ടോ ആളുടെ കയ്യിൽ പെട്രോളും കത്തിച്ച് ആൾ നടന്ന് പോയി ആ വണ്ടി കൊണ്ട് പോയി അവിടെ ചെന്ന് ഈ വാഴ നോക്കി ഇവിടെ വന്ന് നമ്മളോട് പറയുക. എന്നിട്ട് ആൾ പണിക്ക് പോകും. അയാൾ ആനപ്രേമിയല്ലേ. അങ്ങനെ കുറേ ആൾക്കാരില്ല നമ്മൾ പൊളിക്കടാ.
അപ്പൊ ഞാൻ വരാതെ ഇത് വെട്ടിത്തരാം എൻ്റെ കുട്ടിരിക്കേ ഇതിൻ്റെ കവറൊന്നുമില്ലേ. നന്ദപ്പനെ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? എന്തിട്ട് ഇഷ്ടമാണ് നന്ദപ്പൻ്റെ? അതല്ലടാ ഞാൻ ചോദിച്ചേ, നമ്മുടെ നന്ദപ്പൻ്റെ സ്വഭാവങ്ങൾ ഉണ്ടല്ലോ, അതിൽ നിനക്ക് ഇഷ്ടമുള്ള സ്വഭാവം ഒന്നുമില്ല? എങ്ങനെ കളിക്കുക? ഇങ്ങനെയല്ലേ കളിക്കുക? ഞങ്ങളുടെ കൊച്ചു മുതലാളിയാണ്, കൊച്ചു മുതലാളി. അത് വലിയ മുതലാളി. മുതലാളി ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വരുന്നോളൂ. അതെ, ഇതൊക്കെ എന്താ ഇത് വലിയ മുതലാളി, ഇത് കൊച്ചു മുതലാളി, ഇത് ഹരിയേട്ടൻ്റെ മൂത്ത മോള്, ഇത് ചെറുക്കാൻ ഞങ്ങളുടെ, ഇത് ശ്രീജൻ, ഇവിടെ നമ്മുടെ വണ്ടിയുടെ സാരഥി ആയിട്ടുള്ള ശ്രീജൻ്റെ മോള്. അപ്പോൾ ഒഴിവ് സമയങ്ങളിൽ ഇവരുടെ കൂടെയൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികളൊക്കെ അല്ലേ. ഊഞ്ഞാലാട്ടുക, ഊഞ്ഞാല് കെട്ടുക, ഇനി ഞങ്ങൾ പാടി കെട്ടും അല്ലേ. നമ്മളോടല്ല, ഇനി നമ്മളെടുത്ത് പാടി കെട്ടും സമയം കിട്ടുന്ന ദിവസം അല്ലേ. ബിൻചാടിന് സമയമുള്ളൊരു ദിവസം നമ്മൾ മറ്റേ അവിടെ ഇരിക്കുന്നതെല്ലാം കെട്ടി, അത് അവിടെ കെട്ടി നല്ല സെറ്റപ്പ് ആക്കുക. എങ്ങനെയാണെന്ന് അറിയാമോ? 4 കാല് കുഴിച്ചിട്ടിട്ട് എൻ്റെ അടിയിൽ ക്രോസ് കെട്ടിയിട്ട് പലക അങ്ങനെ വിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ മുകളിലൊക്കെ കയറി കളിക്കാൻ പറ്റും. അതൊക്കെ ഉണ്ട്, ഞാൻ കെട്ടിത്തരാം. മേളക്കാരനാണ്, മേളക്കാരൻ അല്ലേ. മേളം പഠിക്കാൻ പോകണ്ടില്ലേ കുട്ടി? ഇരിക്കുക എന്താ ഒരു എന്റെ മുതലാളി കൊണ്ടുപോകൂലേ? എന്റെ മുതലാളി കൊണ്ടുപോകില്ല. അതെ, അത് കുഞ്ഞു കുട്ടിയല്ലേ, വലുതായി വരുന്നല്ലേ ഉള്ളു എന്റെ കുട്ടി അല്ലേ. വലുതാവുമ്പോ കൂട്ടൂല്ലേ അല്ല. വരുമോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വാടാ. നീ നാണം വരണ്ട. അതേ നാണം വരുന്ന ആള് വരുന്ന നോക്ക്, അങ്ങോട്ട് നോക്ക്. കാണാനില്ല. ആനങ്ങാണ്ട് എന്താ ആനങ്ങാണ്ട് നിക്കണു? ഓ വലിയ പോപ്പ വലിയ ആളായില്ലേ. ഓ അങ്ങോട്ട് തിരി, ആൾക്കാര് കാണട്ടെ. ഞാൻ കുഞ്ഞുവിനോട് മനഃപൂർവ്വം പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത്. പോയി രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ തല്ലി പറഞ്ഞു കിട്ടുക. ശേ എന്ത് വർത്താനല്ലേ പറയണല്ലേ. അയ്യോ അങ്ങനെയല്ല, അത് വേറെ സിസ്റ്റാ. ഇതൊന്നും പറയാൻ പാടില്ലേ, അതൊന്നും പറയരുത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയും. അത് ഡോണ്ട് കറി നല്ല ബീഫും കായും മുട്ടക്കറി. ലോഡ് കാണല്ലോ. ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ വീടെടുക്കുക.
ഇത് വേറെ പറഞ്ഞില്ല നടത്തല്ലേ നടക്കണ്ടായിരുന്നു ക്യാമ്പ് പിടിക്കാം പൊടിച്ച് മടക്കി വെച്ചു നമ്മളെ പുതിയ ആള് ഡ്രൈവറായിട്ട് വന്നാണ് പക്ഷെ പാണക്കാട്ട എന്ന് പറയാൻ പറ്റില്ല ആനപ്പണി പഠിക്കാന്ന് പറഞ്ഞു വണ്ടി എവിടെ വീട് മുത്താട്ടോളം പേരും പ്രശസ്തിയുള്ള ആനക്കാരെയൊക്കെ വിളിച്ചാൽ പണി നടക്കില്ല ഇങ്ങനെയുള്ള പിള്ളേരാകുമ്പോൾ പണി നടക്കും കാര്യങ്ങളാണ് ഓരോ ഉണ്ടായാലും വിഷയമൊന്നും കാര്യമല്ലേ പറഞ്ഞോളൂ അതാ നല്ലത് നമ്മൾ പണി നോക്കും എനിക്കില്ല നമ്മളെ പാറുവിന്റെ അരി ഓർമ്മ പാറു ഇതേപോലെ വെട്ടി എടുക്കാറില്ലേ നമ്മൾ അടുക്കി വയ്ക്കാറ് അല്ല ചെറുട്ട് വാഴ പോലത്തെ വാഴയല്ലേ ഇന്ന് ആനകളുടെ വയററിയും പിന്നെ നടക്കാൻ വേണ്ടിയല്ലേ നമ്മൾ കെട്ടില്ല വണ്ടി എടുത്തോ നിങ്ങൾ കയറ്റി വയ്ക്കാം കയറ്റി വെച്ചാലും പ്രശ്നം വിട്ടു കൊടുക്കണം സ്റ്റാർട്ടാക്കട്ടെ എന്നിട്ട് പോക്കാം